നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരമുണ്ടാകും. ഒരു പക്ഷേ കഴിഞ്ഞ 2025 ജൂൺ മാസം മുതൽ തുടങ്ങി വെച്ചതായുള്ള കർമ്മമണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും അതിൽ ധാരാളം പണം മുതൽ മുടക്കിയും കൊണ്ട് പ്രതീക്ഷിച്ചതിലുപരി നേട്ടമുണ്ടാവുകയും, എന്നാൽ ഇനി ഭാവിയിലേക്ക് ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് കുറച്ച് ശ്രദ്ധിക്കണം, ഒരു ധ്രുവീകരണം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ ചില ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് ഉപസ്ഥാപനങ്ങൾ തുടങ്ങിയത് പൂർണ്ണ അധികാരത്തോടുകൂടി മറ്റുള്ളവർക്ക് ലാഭശതമാനത്തോടുകൂടി വിട്ടുകൊടുത്തും കൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളോ ചെറുതെല്ലാം ഒഴിവാക്കേണ്ടതായുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതായത് ഒരു ധ്രുവീകരണത്തിന് തയ്യാറാകുന്നത് നന്നായിരിക്കും എന്നുകൂടിയാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും, പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും, പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ വിജയം കൈവരിക്കുവാനിടയുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തിക്കുന്നത് വഴി അർഹമായിട്ടുള്ള അംഗീകാരവും സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. അനുരഞ്ജന ശ്രമം അനുകൂലമാകും വിധത്തിൽ വിജയിക്കുന്നത് വഴി അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റം ലഭിക്കുക, പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുക എന്നിവയൊക്കെ തന്നെ സാധ്യതയുണ്ട്. 2025 തുടങ്ങി വെച്ചതായുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിൽ വന്നു പോകുവാനോ അതല്ല എങ്കിൽ അന്യനാട്ടിലേക്കോ വികസിത രാഷ്ട്രത്തിലേക്കോ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അവിടേക്കോ കൊണ്ടുപോകുവാനും അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഉപദേശ സമിതിയിൽ ഉൾപ്പെടുവാനിടയുണ്ടെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളാണെങ്കിൽ പോലും പലതും അവലംബിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുമെങ്കിൽ പോലും ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് അത്രതരം നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരാജയങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്നത് വാസ്തവമാണ്. എങ്കിൽ പോലും കഠിനാധ്വാനത്താൽ എല്ലാം നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാവിനും മാതൃബന്ധികൾക്കും പല പ്രകാരത്തിലും അസുഖങ്ങൾ, അരിഷ്ടതകൾ എന്നിവ ഉണ്ടാകുവാനിടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന് പല വിധത്തിലുള്ള അനിഷ്ടാവസ്ഥകളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ സ്വന്തം സ്ഥാപനത്തിൽ ജോലി നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മാർത്ഥമായുള്ള പ്രവർത്തനമൊക്കെ വളരെ കുറവായിരിക്കുമെങ്കിൽ പോലും സുഹൃത്തിൻ്റെ കുടുംബം സംരക്ഷിക്കുക എന്നുള്ള സങ്കല്പത്തോടുകൂടി ഇങ്ങനെ ആദ്യം തുടക്കം കുറിക്കുവാനും പിന്നീട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് മാറ്റുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷിച്ചതിൽ 2025 ഒടുവിൽ അപേക്ഷിച്ചിരുന്നു. ഫെബ്രുവരി മാസത്തോടുകൂടി പ്രവേശനം ലഭിക്കുവാനും അവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. എന്നാൽ പഠിക്കുന്നതോടൊപ്പം ജോലി സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില വിദ്യാർത്ഥികളെല്ലാം പിന്മാറുവാനിടയുണ്ട് എന്ന് നാട്ടിൽ തന്നെ ഉപരിപഠനത്തിന് ചേരും. എന്നാൽ മറ്റ് ചിലർക്ക്, അതായത് അച്ഛനമ്മമാർക്ക് സാമ്പത്തികമായിട്ട് ശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകുവാനും അവിടെ ജോലി കിട്ടുകയില്ല, പഠിപ്പ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോരുക എന്ന സങ്കല്പത്തോടു കൂടി തന്നെ അവസരങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മറ്റു ചിലർക്ക് ജൂൺ മാസത്തോടുകൂടി പഠനമൊക്കെ പൂർത്തീകരിക്കുമെങ്കിൽ പോലും അവിടെ ജോലി ലഭിക്കാത്തതുകൊണ്ട് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക്
ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ലഭിക്കുവാനും ഇടയുണ്ട്. ഉന്നത സ്ഥാനം നഷ്ടപ്പെടുവാനിടയുള്ളതുകൊണ്ട് പലർക്കും മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും, പേരുകേട്ട സ്ഥാപനമാണ് എങ്കിൽ പോലും തസ്തികയ്ക്ക് കുറവുള്ളത് വിധത്തിലുള്ള തസ്തിക സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. രക്ഷിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ജോലി മാറ്റത്തിന് തയ്യാറാകുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകും. നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നത് വഴി ജൂണിൻ്റെ ഉള്ളിൽ തന്നെ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായുള്ള രീതിയിൽ വിനിയോഗിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. അച്ഛൻ്റെ ആരോഗ്യമായിട്ടുള്ള അവസ്ഥകൾ കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ അച്ഛന് വളരെയധികം അരിഷ്ടതകൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ പലപ്പോഴുമായിട്ട് ജന്മനാട്ടിൽ വന്നു പോകുവാനും, മാസത്തിലൊരിക്കൽ തന്നെ ജന്മനാട്ടിൽ വന്നു പോകുവാനും, ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ വർഷത്തിൽ ആശുപത്രിവാസത്തിനും യോഗം കാണുന്നതുമുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്തിൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് അഥവാ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും മത്സരരംഗങ്ങളിൽ വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. ഗവേഷകർക്കും പദ്ധതികൾ സമർപ്പിക്കുന്നവർക്കും പരമാവധി എങ്ങനെയെങ്കിലും പൂർത്തീകരിച്ച് ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. പുതിയ കരാർ ജോലികൾ പലതും വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളായി ആണെങ്കിൽ സാമ്പത്തികമായുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാം, നിത്യനിദാനങ്ങളെല്ലാം കഴിഞ്ഞു പോകും എന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനെയുള്ള കരാർ ജോലികൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി ഇരുന്നു കൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കാനിടവരും. വാസ്തുശാസ്ത്രപ്പിഴയുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാനോ, വാസ്തുശാസ്ത്രപ്രകാരം അതായത് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനോ തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. ആധുനിക പ്രചരണ രീതികൾക്ക് വളരെ പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വിദേശത്തെ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും നേതൃത്വ സ്ഥാനം നൽകുവാനും ഒരുപക്ഷെ സ്വന്തം നടത്തിവരുന്ന പ്രസ്ഥാനത്തിൻ്റെ തത്തുല്യമായിട്ടുള്ള നടത്തിവരുന്നവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും കൊണ്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കുവാൻ സാധ്യത കാണുന്നു. പ്രാദേശിക പിന്തുണ ലഭിക്കാത്തതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയം ഉണ്ടാകുവാനിടയുണ്ട്. വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിട വരും. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്നതിൽ നിന്ന് പിന്മാറുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകൾക്ക് നിരന്തരം കേടുപാടുകൾ വന്ന് സംഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നവീകരണം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ അതിനൊരു പദ്ധതി സ്വീകരിക്കാനിട വരുമെങ്കിൽ പോലും പ്രായോഗികമല്ലാത്തതിനാൽ തൽക്കാലത്തേക്ക് ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ
പിന്മാറുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. പലപ്പോഴും ഏതൊരു കാര്യങ്ങൾക്കും മാനസികമായിട്ടുള്ള വിഭ്രാന്തി, കുടുംബത്തിൽ കാര്യങ്ങളെല്ലാം ഇല്ലയോ എന്ന തോന്നലുകൾ, ഇവയെല്ലാം ഉണ്ടെങ്കിൽ പോലും എല്ലാം ശുഭകരമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. എന്നാൽ ഈശ്വര പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അനുവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാം ശുഭകരമാക്കി തീർക്കുവാൻ മൂലനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 യോഗം കാണുന്നുണ്ട്.